എല്ലാ പ്രേക്ഷകർക്കും എമ്പുരാൻ സിനിമയുടെ 11ാം ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞുമൽ ബോയ്സിനെ കടത്തിവെട്ടിക്കൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് എമ്പുരാൻ ഇന്നലെ മാറിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം 10 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടുകൊണ്ട് ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ 11ാം ദിവസമായ 2ാം ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ ഡീറ്റെയിൽഡ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാം ലാലേട്ടൻ ഫാൻസിന്റെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മലയാളത്തിന്റെ എമ്പുരാൻ അങ്ങനെ വിജയകരമായിട്ട് ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എമ്പുരാന്റെ 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച മാത്രം ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയത് 91,000 പരം ടിക്കറ്റുകളാണ്. ഇതോടെ ടോട്ടൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 35 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ എമ്പുരാന്റെ പേരിൽ കഴിഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ട് വിറ്റുപോയിട്ടുണ്ട്. അതോടൊപ്പം ചിത്രത്തിന്റെ 9 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 136 കോടി രൂപയാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ അതായത് 11ാം ദിവസത്തെ കേരള അഡ്വാൻസ് സെയിൽ റിപ്പോർട്ടിലേക്ക് പോകാം. ഓരോ ജില്ലകൾ തിരിച്ചുകൊണ്ടുള്ള അഡ്വാൻസ് സെയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് ഇതുവരെ എമ്പുരാന്റെ പേരിൽ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 223 ഷോകളാണ്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 13,553 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 26 ലക്ഷം രൂപയാണ്. തിരുവനന്തപുരത്തെ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി ഇന്ന് 21% മുകളിലാണ്. ഇനി കൊല്ലത്തേക്ക് വരുമ്പോൾ 112 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 8,000 മുകളിലുള്ള പ്രേക്ഷകരെയാണ്. ഇന്നത്തെ അവിടുത്തെ അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 13 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 23%. ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 38 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി എമ്പുരാന്റെ പേരിൽ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ 2,000 മുകളിലുള്ള പ്രേക്ഷകരാണ്. അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 3,49,000 മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 23% മുകളിലും. ഇനി ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ 82 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഇന്നത്തെ ഓഡിയൻസ് ട്രാക്ക് എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 7,932 പ്രേക്ഷകരെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ അവിടുത്തെ അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 12 ലക്ഷത്തിന് മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 28% മുകളിലും. കോട്ടയം 85 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നത് 6,249 പ്രേക്ഷകരെയാണ്. ഗ്രോസ് കളക്ഷൻ അഡ്വാൻസ് സെയിലൂടെ 9,52,000 പരം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 20% ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി. ഇടുക്കിയിലേക്ക് വരുമ്പോൾ 29 ഷോകളാണ് ട്രാക്ക് ചെയ്യുന്നത്. 2,899 പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ 4,76,000 പരം അഡ്വാൻസ് സെയിലാണ് ഇന്ന് അവിടെ നടന്നിരിക്കുന്നത്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 33%. ഇനി എറണാകുളത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ എമ്പുരാൻ ഷോകൾ കളിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. 301 ഷോകളാണ് 11ാം ദിവസവും എമ്പുരാന്റെ പേരിൽ എറണാകുളത്ത് കളിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നത് ഇന്ന് ഞായറാഴ്ച എറണാകുളത്ത് 20,000 മുകളിലുള്ള പ്രേക്ഷകരാണ്. ഇതുവരെ ട്രാക്കഡ് കളക്ഷനിൽ ഏറ്റവും ഉയർന്ന 11ാം ദിവസത്തെ അഡ്വാൻസ് സെയിൽ നടന്നിരിക്കുന്നതും എറണാകുളത്ത് തന്നെയാണ്. 40 ലക്ഷം രൂപയാണ് ഇന്നത്തെ അഡ്വാൻസ് സെയിൽ എറണാകുളത്തെ ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 26% മുകളിലുമാണ്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 181 ഷോകൾ എമ്പുരാന്റെ പേരിൽ ഇന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ 12,929 ഓഡിയൻസിനെയാണ് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 11ാം ദിവസത്തെ തൃശ്ശൂരിലെ അഡ്വാൻസ് സെയില് ഏകദേശം 18 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 23% മുകളിലാണ്. പാലക്കാടിലേക്ക് വരുമ്പോൾ 110 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നത് 4,615 പ്രേക്ഷകരെയാണ്. ഗ്രോസ് കളക്ഷൻ പാലക്കാടിൽ 6,21,000 കഴിഞ്ഞിരിക്കുന്നു. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 13% മുകളിലാണ്. ഇനി മലപ്പുറത്തേക്ക് വരുമ്പോൾ 118 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 5,734 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 7,21,000 കഴിഞ്ഞിരിക്കുകയാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 16% മുകളിലാണ്. ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ 37 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ 11ാം ദിവസം ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,608 പ്രേക്ഷകരെയാണ്. ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് കളക്ഷൻ 2 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 20%. ഇനി കോഴിക്കോടിലേക്ക് വരുമ്പോൾ 176 ഷോകളാണ് ട്രാക്ക് ചെയ്യുന്നത്. ഓഡിയൻസ് ആയി എമ്പുരാന്റെ പേരിൽ 11ാം ദിവസം കോഴിക്കോട്ടിൽ ട്രാക്ക് ചെയ്യുന്നത് 9,943 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ
അഡ്വാൻസ് ഗ്രോസ് 15 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 21% മുകളിലാണ്. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോൾ 114 ഷോകളാണ് എമ്പുരാന്റെ പേരിൽ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 7549 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 28% മുകളിലും. ഇനി അവസാന ജില്ലയായ കാസർഗോഡിലേക്ക് വരുമ്പോൾ 21 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 734 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് 1 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 11% മുകളിലാണ്. മലയാളത്തിന്റെ എമ്പുരാൻ അതിന്റെ 11ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ ടോട്ടൽ എണ്ണം 1627 ആണ്. ടോട്ടൽ ഓഡിയൻസ് അഡ്വാൻസ് സെയിലൂടെ പ്രേക്ഷകരുടെ എണ്ണം നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു. ചിത്രത്തിന്റെ ടോട്ടൽ ഇന്നത്തെ അഡ്വാൻസ് സെയിൽ മാത്രം 1,72 ലക്ഷം രൂപയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി ഓരോ തിയേറ്ററിലെയും 22% മുകളിലും. ഇന്നലെ 10ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് 3 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. ടോട്ടൽ 10 ദിവസങ്ങൾ കൊണ്ട് 75 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് വന്നിരിക്കുന്നത്. ഇന്ന് എന്തായാലും ചിത്രത്തിന് വീണ്ടും 3 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 10 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 250 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തോടെ അത് വീണ്ടും വർദ്ധിക്കും. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് മലയാളത്തിന്റെ എമ്പുരാൻ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.